ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വിശുദ്ധമായ ഖുർആനിൽ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പാരായണം ചെയ്യൽ സുന്നത്തായ ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ഈ കഹ്ഫ് സൂറത്തിൽ അല്ലാഹു ഒരു മനോഹരമായ ഒരു കഥ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമും മഹാനായ ഖിളർ നബി അലൈഹിസ്സലാമും തമ്മിൽ നടന്ന വളരെയധികം പവിത്രമായ ഒരു കഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് ഖിളർ നബി അലൈഹിസ്സലാമിനെ തേടി പുറപ്പെടാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ഖിളർ നബി അലൈഹിസ്സലാമിനെ അന്വേഷിച്ചുകൊണ്ട് യാത്ര പുറപ്പെടുകയാണ്. അവസാനം മഹാനായ ഖിളർ നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുകയും മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഖിളർ നബിയോട് പറഞ്ഞു, ഞാൻ നിങ്ങളോടൊപ്പം കുറച്ചു കാലം സഹവസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെന്നെ കൂടെ കൂട്ടുമോ? ഞാൻ കൂടെ പോരട്ടെയോ? ആ സമയം മഹാനായ ഖിളർ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, മൂസ, നിനക്ക് എന്നോടുകൂടെ ഒരിക്കലും യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല. എൻ്റെ ചങ്ങാതിയായി എന്നോടൊപ്പം സഹവസിക്കാൻ സാധിക്കുകയില്ല. കാരണം നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും അറിയുന്ന ആളാണ് ഞാൻ എൻ്റെ അറിവനുസരിച്ച് പ്രവർത്തിക്കും. നിങ്ങൾക്കത് ഒരു പക്ഷേ ഉൾക്കൊള്ളാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, സാരമില്ല, ഞാനതൊക്കെ ക്ഷമിക്കാം. മാക്സിമം നിങ്ങളോടൊപ്പം കുഴപ്പങ്ങളൊന്നുമില്ലാതെ ശാന്തമായി സഞ്ചരിക്കാൻ ഞാൻ ശ്രമിക്കാമെന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം മഹാനായ ഖിളർ നബി അലൈഹിസ്സലാമിനോട് പറയാൻ. അങ്ങനെ അവർ യാത്ര തുടരുകയാണ്. ശുദ്ധ ഖുർആൻ അത് വ്യക്തമായിട്ട് കഹ്ഫ് സൂറത്തിൽ അത് പറയുന്നുണ്ട്. ഫൻതലഖാ ഹത്താ ഇദാ റകിബ ഫിസ്സഫീന. അങ്ങനെ ആദ്യമായിട്ട് അവർ ഒരു കപ്പലിൽ യാത്ര പോവുകയാണ്. ഒരു കപ്പൽ. ആ കപ്പലിൻ്റെ ആളുകളോട് അതിൽ യാത്ര പോകാൻ വേണ്ടി ഖിളർ നബി അലൈഹിസ്സലാം സമ്മതം ചോദിക്കുമ്പോൾ ഖിളർ നബി അലൈഹിസ്സലാമിനെ മനസ്സിലാക്കിയ കപ്പലുടമകൾ ഫ്രീ ആയിട്ട് അവർക്ക് അതിൽ യാത്ര ചെയ്യാൻ അവസരം കൊടുക്കുക. അങ്ങനെ യാത്ര പുറപ്പെട്ടു. കുറച്ചെത്തിയപ്പോൾ മഹാനായ ഖിളർ നബി അലൈഹിസ്സലാം ഖറഖഹ, ആ കപ്പലിൻ്റെ ഒരു പലക അങ്ങോട്ട് പൊളിച്ചെടുത്തു. ഇത് കണ്ടപ്പോൾ മൂസാ നബിക്ക് ഭയങ്കര ദേഷ്യം വന്നു. മൂസാ നബി ചോദിച്ചു, അല്ലയോ ഖിളർ നബി അലൈഹിസ്സലാം, നമ്മളെ ഫ്രീ ആയിട്ട് കൊണ്ടുപോവുകയാണ് ഈ കപ്പലിൽ. നിങ്ങൾ ഈ കപ്പലിന് കേടുവരുത്താണ്. പലകൊക്കെ പൊളിച്ച് അതിൽ വെള്ളം കയറി ആളുകളൊക്കെ മുങ്ങി നശിക്കുകയില്ലേ? മഹാനായ ഖിളർ നബി അലൈഹിസ്സലാം മറുപടി കൊടുത്തു, ഖാല അലം അഖുൽ ഇന്നക ലൻ തസ്തതിയ മഅയ സബ്റ. അല്ലയോ മൂസ, യാത്ര തുടങ്ങുന്ന അതിൻ്റെ തുടക്കത്തിൽ ഞാൻ താങ്കളോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് എന്നോട് കൂടെ ക്ഷമിച്ച് യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞതില്ലേ? അത് നിങ്ങൾ മറന്നോ? മൂസാ നബി അലൈഹിസ്സലാം എക്സ്ക്യൂസ് പറഞ്ഞു, സോറി, ഞാൻ അറിയാതെ പറഞ്ഞതാണ്, ഇനി അങ്ങനെ സംഭവിക്കുകയില്ല. അങ്ങനെ കപ്പൽ യാത്ര കഴിഞ്ഞ് അവരിങ്ങനെ നടന്നു പോവുകയാണ്. പോകുന്ന വഴിക്ക് കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊരു കുട്ടിയെ പിടിച്ചുകൊണ്ട് മഹാനായ ഖിളർ നബി അലൈഹിസ്സലാം വധിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന് സഹിച്ചില്ല. മൂസാ നബി അലൈഹിസ്സലാം ഉടൻ തന്നെ പറഞ്ഞു, അഖതൽത നഫ്സൻ സകിയ ബിഗൈരി നഫ്സിൻ ലഖദ് ജിഅത ശൈഅൻ ഇംറാ ശൈഅൻ നുക്റ. ഒരു പാവപ്പെട്ട ഒരു കുട്ടിയെ നിങ്ങൾ വെറുതെ വധിക്കുകയാണോ? നിങ്ങൾ വല്ലാത്തൊരു ക്രൂരതയാണ് ചെയ്തത്.
എന്ന് ഖിളർ നബി അലൈഹി സ്വലാമിനോട്. അപ്പോഴും ഖിളർ നബി അലൈഹി സ്വലാമിൻ്റെ മറുപടി അങ്ങനെ തന്നെയാണ്. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു, എന്നോട് കൂടെ സഞ്ചരിക്കുമ്പോൾ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് പലതും എന്നിൽ സംഭവിക്കും. ഇനി എന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ ഇൻ സഅൽതുക അൻ ശൈഇൻ ബഅദഹാ ഫലാ തുസാഹിബിനി, ഇനി എന്തെങ്കിലും ഞാൻ ചെയ്യുമ്പോൾ അതിനെ എതിർത്ത് ചോദിച്ചാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇനി നിനക്ക് എക്സ്ക്യൂസ് ഉണ്ടാവില്ല. മഹാനായ മൂസാ നബി സമ്മതിച്ചു. വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ അന്ന് അവർ അവിടെ ഒരു നാട്ടിലെത്തുകയും ആ നാട്ടുകാരോട് ഞങ്ങൾ ഇന്നിവിടെ താമസിക്കട്ടെ, ഞങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം തരണം, ഞങ്ങളെ നിങ്ങൾ അതിഥികളായി സ്വീകരിക്കണം എന്നൊക്കെ ആ നാട്ടുകാരോട് പറഞ്ഞപ്പോൾ ആ നാട്ടുകാർ അതിന് സമ്മതിച്ചില്ല. അങ്ങനെ അവിടുന്ന് അങ്ങനെ പോകുമ്പോഴാണ് ആ നാട്ടിൽപ്പെട്ട ഒരാളുടെ മതിൽ, ചുറ്റുമതിൽ അതിങ്ങനെ വീഴാനായി നിൽക്കുകയാണ്. മഹാനായ ഖിളർ നബി അലൈഹി സ്വലാം അതാണ് ശരിയാക്കി. തകർന്ന് തരിപ്പണമാവാൻ നിൽക്കുന്ന മതിൽ മഹാനായ ഖിളർ നബി അലൈഹി സ്വലാം ശരിയാക്കി കൊടുക്കാൻ. ഇത് കണ്ടപ്പോഴും മൂസാ നബിക്ക് ദേഷ്യം വരികയാണ്. മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, നമ്മൾ ഒരു ദിവസം താമസിക്കാൻ വേണ്ടിയിട്ട് സമ്മതം ചോദിച്ച്, അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് ഭക്ഷണം തരാൻ വേണ്ടി ചോദിച്ച ആളുകൾ, അവർ നമുക്കത് തന്നില്ല, നമ്മളെ അതിൽ നിന്ന് അവർ മടക്കി വിട്ടു. എന്നിട്ട് അവരുടെ ഒരു മതിൽ കണ്ടപ്പോൾ നിങ്ങൾ ശരിയാക്കി കൊടുക്കുകയാണോ? എന്നാൽ നിങ്ങൾക്ക് പൈസ ചോദിച്ചൂടെ? ലൗ ശിഅ്ത ലത്തഖ്ത അലൈഹി അജ്റാ, ഒരു മതിൽ പൊളിഞ്ഞ് ശരിയാക്കി കൊടുക്കുമ്പോൾ അതിന് കേവലം നിങ്ങൾക്ക് കാശെങ്കിലും ചോദിച്ചുകൂടെയോ എന്ന് മഹാനായ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചപ്പോൾ മഹാനായ ഖിളർ നബി അലൈഹി സ്വലാം മൂസാ നബിനെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, മൂസ, ഏതായാലും ഇനി നമ്മളെ യാത്ര മുന്നോട്ട് പോകില്ല. ഈ കഴിഞ്ഞു പോയ സംഗതികളെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്താണ് ഞാൻ ഇതൊക്കെ അങ്ങനെ ചെയ്യാനുണ്ടായ കാരണം? അമ്മ സഫീന, ആദ്യം നമ്മൾ പൊളിച്ചത് ഒരു കപ്പലാണ്. അതിൻ്റെ ഒരു പലകം കണ്ട് അടർത്തി മാറ്റാൻ. ഫകാനത്തിൽ മസാക്കീന യഅമലൂന ഫിൽ ബഹർ, അത് ഈ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്ന, ജോലി ചെയ്യുന്ന ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ കപ്പലാണ് ആ കപ്പൽ. ഞാനതിനെ കേടുവരുത്താനുള്ള കാരണം, ഒരു അക്രമിയായ ഭരണാധികാരി, കേടുപാടുകളില്ലാത്ത നല്ല കപ്പലുകളെ കണ്ടാൽ മുഴുവനും അപഹരിക്കുന്ന ഒരാൾ ആ സമുദ്രത്തിലുണ്ട്. നല്ല കപ്പലൊക്കെ പോവുകയാണെങ്കിൽ അതിനെ പിടിച്ചടക്കി തൻ്റെ സന്നാഹമാക്കി മാറ്റുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പാവപ്പെട്ട കുട്ടികളെ, ആ പാവപ്പെട്ട ആ കപ്പൽ തൊഴിലാളികൾക്ക് ദോഷം വരാതിരിക്കാൻ, കാരണം ഒരു പലക പൊളിഞ്ഞാൽ ആ രാജാവ് ആ കപ്പൽ മോഷ്ടിക്കുകയില്ല, അപഹരിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ അത് പൊളിച്ചത്. അപ്പോൾ ഒന്നാമത്തെ നിന്റെ രഹസ്യം അതാണ്. അത് മൂസ നിനക്കറിയുമായിരുന്നില്ല. രണ്ടാമത്, കുട്ടിയെ ഞാൻ വധിക്കാനുള്ള കാരണം വ അമ്മൽ ഗുലാം ഫകാന അബവാഹു മുഅ്മിനൈൻ, ആ കുട്ടിയുടെ ഉമ്മി ബാപ്പി നല്ല മാതാപിതാക്കളാണ്, അള്ളാഹുവിനെ പേടിച്ച് നിഷ്കളങ്കമായി അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ്. പക്ഷെ ഈ കുട്ടി കുറച്ച് പോക്കിരിയാണ്. കുട്ടിയെന്നും പറയുന്നുണ്ട്, വലിയ ആളാണെന്നും അഭിപ്രായമുണ്ട്. ഈ മാതാപിതാക്കൾക്ക് ഈ കുട്ടിയോട് വല്ലാത്ത ഇഷ്ടമാണ്. പക്ഷെ ഈ കുട്ടി പിഴച്ച മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു. ഈ കുട്ടിയോടുള്ള സ്നേഹം, ആ കുട്ടി പിഴച്ച മാർഗത്തിലാണെങ്കിൽ പോലും ആ കുട്ടിയെ നന്നായി സ്നേഹിക്കുക കാരണം ഒരു പക്ഷേ ആ കുട്ടിയുടെ വഴിയിലേക്ക് ഈ മാതാപിതാക്കൾ വഴിമാറി സഞ്ചരിച്ചേക്കാം. അത് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ആ കുട്ടിയെ ഞാൻ തീർത്ത് കളഞ്ഞത്. അപ്പോൾ ആ രഹസ്യവും മൂസ നിനക്കറിയുകയില്ല അലൈഹിസ്സലാം. പിന്നെ ആ നാട്ടുകാർ അവരെ മതിൽ ശരിയാക്കി കൊടുത്തത്. വഅമ്മൽ ജിദാർ ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന, അത് അവിടെ ഉണ്ടായിരുന്ന ഒരു 2 യതീം കുട്ടികളെ സമ്പത്താണ്, ചെറിയ കുട്ടികളാണ്. അതിൽ അവരുടെ നിധി, അവരുടെ സമ്പത്ത് ഉള്ള ആ സ്ഥലമാണ്. ആ മതിലെങ്ങാനും ഇടിഞ്ഞു വീണാൽ അവരുടെ നിധി ഇല്ലാതായി പോകും. അതുകൊണ്ട് ഞാൻ അത് ശരിയാക്കിയത് കുട്ടികൾ വളർന്നു വലുതായാൽ അവർക്കത് ഉപകരിക്കാൻ വേണ്ടിയാണ് ഞാനത് ശരിയാക്കിയത് എന്ന് മഹാനായ ഖിളർ നബി അലൈഹിസ്സലാം
മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു കഥയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്, നമ്മൾ വളരെ വിവരം കുറഞ്ഞവരാണ്, അറിവ് കുറഞ്ഞവരാണ്. നമ്മേക്കാൾ വിവരവും അറിവും വിജ്ഞാനവും അനുഭവവും കൂടിയ ആളുകളുണ്ടാകും. അപ്പൊ അവർ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകരുത്. പോവുകയാണെങ്കിൽ തന്നെ നന്നായി ആലോചിക്കണം എന്ന വലിയൊരു പാഠം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരാണ്. മനുഷ്യരാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ അറിവില്ലാത്ത കാര്യങ്ങൾ, എനിക്കറിയാത്തൊരു കാര്യം അത് വേറെ ആരെങ്കിലും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനോട് ദേഷ്യം വരുന്നവരാണ് മനുഷ്യന്മാർ. അന്നാസു അഅദാഉ മാ ജഹിലു, അറിയാത്ത കാര്യങ്ങളോട് ശത്രുത വെക്കുന്നവരാണ് മനുഷ്യർ. ഈ വിശാലമായ പ്രപഞ്ചം, ഭൂമിയും ആകാശവും അതിലുള്ള സർവ വസ്തുക്കളും സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ജഗന്നിയന്താവാകുന്ന അള്ളാഹുവാണ്. അതിലെന്തെല്ലാം നടക്കണം, എന്തെല്ലാം നടക്കും, അതിൻ്റെ പിന്നാമ്പുറങ്ങൾ എന്തായിരിക്കും, അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്തായിരിക്കും, എല്ലാം കൃത്യമായി അറിയുന്നവൻ ഖാലിഖായ അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവിൻ്റെ ഓരോ കർമ്മങ്ങളും ഓരോ കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ അവൻ്റെ ഇഷ്ടപ്രകാരം നടപ്പിലാക്കുമ്പോൾ അറിയാത്ത മനുഷ്യൻ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അവനറിവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടപ്രകാരം ഭൂമി ലോകത്ത് പലതും സംഭവിപ്പിക്കുകയാണ്. അവൻ്റെ പരീക്ഷണങ്ങൾ പല രൂപത്തിൽ അള്ളാഹു അവൻ്റെ അടിയാറുകളിലേക്ക്, അവൻ്റെ അടിമകളിലേക്ക് അള്ളാഹു ഇട്ട് കൊടുക്കുകയാണ്. അതിനെ തിരിച്ചറിയാൻ സാധിക്കാത്തവന് അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ അതിൻ്റെ അന്ത്യത്തെക്കുറിച്ച് ആലോചിക്കുവാനോ ഒരിക്കലും സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, അവൻ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഇഷ്ടപ്പെട്ടാൽ, ഇന്നല്ലാഹ തആല ഇദാ ഹബ്ബ ഖൗമൻ ഇബ്തലാഹും, അള്ളാഹുവിനെ ആരെങ്കിലും വല്ലാത്ത ഇഷ്ടമാണെന്ന് വിചാരിക്കുക, എന്നാൽ അള്ളാഹു ചെയ്യുന്ന പണി ഇബ്തലാഹും, അവരെ പരീക്ഷിക്കുമെന്നുള്ളതാണ്. ഫമൻ റളിയ ഫലഹുർ റിളാ, ഈ പരീക്ഷണങ്ങളെ ആരെങ്കിലും ഉൾക്കൊണ്ടാൽ അവൻ അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാകും. അവൻ്റെ പരീക്ഷണങ്ങൾക്കെതിരെ ആരെങ്കിലും അക്ഷമ പ്രകടിപ്പിക്കുകയോ കോപം ഉണ്ടാവുകയോ അള്ളാഹുവിനെ ആക്ഷേപിക്കുകയോ ചെയ്താൽ ഫഅലൈഹി സഖ്ത്, അവൻ അള്ളാഹുവിൻ്റെ കോപമുണ്ടാവുകയും ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ ആരാണ്? അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ്. അള്ളാഹുവിൻ്റെ റിസാലത്തിനെ, അവൻ്റെ തൗഹീദിനെ, അവൻ്റെ വിശുദ്ധ ദീനിനെ ഈ ലോകത്ത് പ്രബോധനം ചെയ്യാൻ അള്ളാഹു തെരഞ്ഞെടുത്ത് അവൻ്റെ ഇഷ്ടത്തിന് വിധേയരായിട്ടുള്ള അമ്പിയാക്കൾ, അവരാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. ഈ ഇഷ്ടപ്പെട്ട അവൻ്റെ അമ്പിയാക്കളാണ് ഭൂമി ലോകത്ത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുള്ളവരും എന്ന് നാം ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി. അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടങ്ങൾക്ക് വിധേയമായവർ അവൻ്റെ അമ്പിയാക്കളാണ്. നബി തങ്ങളോട് ചോദിച്ചു, ഈ ലോകത്തെ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായവരാരാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങളുടെ മറുപടി അൽ അംബിയാ, അവരമ്പിയാക്കളാണ്. സുമ്മൽ അംസൽ, പിന്നെ അമ്പിയാക്കളെ പോലെ സൂക്ഷ്മമായ ജീവിതം നയിക്കുന്നവർ. ഫൽ അംസൽ, പിന്നെ അവരോട് കിടപിടിക്കുന്നവർ. ഓരോ മനുഷ്യനും വരുന്ന പരീക്ഷണങ്ങൾ അവൻ്റെ വിശ്വാസത്തിൻ്റെ കരുത്തനുസരിച്ചായിരിക്കും. ഈമാൻ എത്രമേൽ കഠിനമാണോ ശക്തമാണോ നമ്മുടെ ഉള്ളിൽ ആണ്ടിറങ്ങിയിട്ടുണ്ടോ അതിനനുസരിച്ച് നമുക്ക് വരുന്ന പരീക്ഷണങ്ങളുടെയും കടുകട്ടി വർദ്ധിക്കുമെന്ന് മഹാനായ ഹബീബ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസവും ഈമാനും ഇഖ്ലാസും തഖ്വയും കുറവാണെങ്കിൽ നമുക്ക് വരുന്ന പരീക്ഷണങ്ങളുടെയും ഗൗരവം കുറവായിരിക്കും. ഈ പരീക്ഷണങ്ങളെ വരുമ്പോൾ ക്ഷമിച്ച് അത് അള്ളാഹുവിൽ നിന്നാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ വലിയ പ്രതിഫലങ്ങൾ ആ മനുഷ്യനെ കാത്തിരിക്കുന്നുണ്ടാവും. ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈർ, ഒരു മനുഷ്യന് നന്മ വരണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ അജ്ജലഹുൽ ഉഖൂബത ഫിദ് ദുനിയ, അവന് ദുനിയാവിൽ തന്നെ അവന് കൊടുക്കേണ്ട ശിക്ഷകൾ അള്ളാഹു കൊടുക്കുമെന്നാണ്. ഒരു മനുഷ്യന് നന്മയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ആ മനുഷ്യൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടായേക്കാം. ഈ തെറ്റുകുറ്റങ്ങളെ മായ്ക്കാതെ പൊറുക്കാതെ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അള്ളാഹു ഉദ്ദേശിക്കുന്ന നന്മ കിട്ടാതെ പോകും. അതുകൊണ്ട് ആ മനുഷ്യനെ അള്ളാഹു ഈ ദുനിയാവിൽ നിന്ന് തന്നെ ഉഖൂബത്ത്, അവൻ്റെ ശിക്ഷകൾ കൊടുക്കും. പല പരീക്ഷണങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ എന്നും തീരാ ദുരിതമായിരിക്കും. എന്നാൽ ഈ മനുഷ്യൻ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവൂല. ഒരു മനുഷ്യൻ അള്ളാഹു തിന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവനാണെങ്കിൽ പോലും അവനെ സ്വസ്ഥമായി കയറൂരി വിടും. അല്ലെ, ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ പറ്റും. എന്നും കള്ളും കമ്മാടിത്തരവും വേണ്ടാത്തരവും ഓൻ ചെയ്തുകൊണ്ടേയിരിക്കും. അവനൊരു പ്രശ്നം ഉണ്ടാവൂല. 5 നേരം നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന, എല്ലാ സുഹൃതങ്ങളും ചെയ്യുന്ന മനുഷ്യന് എന്നും കഷ്ടപ്പാടുമായിരിക്കും. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് അവൻ സുഖത്തിലല്ല, അവൻ സന്തോഷത്തിലല്ല എന്നതാണ്. കാരണം അവനെ കാത്തിരിക്കുന്നത് ഏറ്റവും വലിയ നീതിയുടെ ലോകത്ത് വലിയ പ്രയാസങ്ങളാണ് അവനെ കാത്തിരിക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ അത് അള്ളാഹുവിൻ്റെ ഒരു രീതിയാണ്. അവൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ പ്രവാചകന്മാർക്ക്, ഈ പ്രവാചകന്മാരിലെ ഉത്തമനായിട്ടുള്ള മഹാനായ ഹബീബ് റസൂലുള്ളാഹി ഏറ്റവും വലിയ പ്രയാസങ്ങൾ സഹിച്ച് നമ്മുടെ മുത്തുനബി തങ്ങളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനിക്കുമ്പോൾ ഉപ്പ മരണപ്പെട്ടു പോയി, ചെറുപ്രായത്തിൽ ഉമ്മ മരണപ്പെട്ടു പോയി. പിന്നീട് ഏറ്റെടുക്കുന്നവർ വെല്ലിപ്പയായിട്ടും എളാപ്പയായിട്ടും ഭാര്യയായിട്ടും എല്ലാവരും മരണപ്പെട്ടു പോയി. ഇസ്ലാമികമായ പ്രബോധനത്തിന് വഴിയിട്ടിറങ്ങിയപ്പോ ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് വല്ലാത്ത ക്രൂരതകൾ സഹിക്കേണ്ടി വന്നു, നാടുവിടേണ്ടി വന്നു. തൻ്റെ രക്തത്തിൽ ജനിച്ചു വീണ പൊന്നോമനയായിട്ടുള്ള ആൺമക്കൾ മുഴുവനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത സമയത്ത് മരണപ്പെട്ടുപോയി. ഇങ്ങനെ ദാരിദ്ര്യവും പട്ടിണിയും എല്ലാം സഹിച്ചത് മഹാനായ ഹബീബ് റസൂലുള്ളാഹി, അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഷ്റഫുൽ ഖൽഖ്. അപ്പൊ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു പ്രവാചകനെ അള്ളാഹു ദ്രോഹിക്കുമോ, അള്ളാഹു കഷ്ടപ്പെടുത്തുമോ? അപ്പൊ അതിന്റെ രഹസ്യം എന്താണ് എന്ന് നമുക്കറിയുകയില്ല. അതറിയുന്നവൻ ഖാലിഖായ അള്ളാഹുവാണ്. അപ്പൊ ഈ പരീക്ഷണങ്ങൾ വരുമ്പോ ഇത് അള്ളാഹുവിൻ്റെതാണ്. ഈ പരീക്ഷണങ്ങൾ സഹിച്ചാൽ നാളെ മഹ്ശറയിൽ അതിന് കൃത്യമായ പ്രതിഫലങ്ങൾ ഉണ്ടാകും എന്ന് നാം മനസ്സിലാക്കി മുന്നോട്ട് പോവണം. അതാണ് മുസ്ലിമിന്റെ വിശ്വാസം. അങ്ങനെയാണ്. പാരത്രിക ലോകമൊന്നും ഇല്ല എന്ന് നാം വിചാരിക്കുക. പാരത്രിക ലോകമില്ല, മരിച്ചാൽ പുനർജന്മമില്ല. പിന്നെ എന്തിനാണ് ഈ ഭൂമി ലോകത്ത് ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതം? എന്തിനാണ് എല്ലാ ദിവസവും 5 നേരം നാം നിസ്കരിക്കുന്നത്? നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങളെ നമ്മൾ മാറ്റിവെക്കുന്നത് എന്തിനാണ്? ഇതിലൊന്നും അർത്ഥമില്ലല്ലോ. അർത്ഥരഹിതമായ ഒരു ജീവിതമാണോ ഈ ഭൂമിലോകത്ത് അല്ലാഹു ബുദ്ധിയും കഴിവും കൊടുത്ത് ആദരിച്ച മനുഷ്യ വിഭാഗത്തിന്റെ ജന്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല. തീർച്ചയായും ഇതൊരു കേവലമായ ഒരു ഭവനം, യാത്രക്കിടയിലെ വിശ്രമസ്ഥലം,
സമ്പാദിക്കാനുള്ള ഇടം, ശാശ്വതമായ നീതി നിറഞ്ഞ സന്തോഷകരമായ ജീവിതം വരാനിരിക്കുന്ന ലോകത്താണ്. ആ ഒരു വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവാൻ പ്രചോദനം നൽകുന്നത്. ആ ഒരു നീതി നിറഞ്ഞ ലോകമാണ്. എത്ര വലിയ ക്രൂരന്മാരായ ഭരണാധികാരികൾ നമ്മളെ ആക്രമിക്കുമ്പോഴും പീഡിപ്പിക്കുമ്പോഴും നമ്മുടെ സമാധാനം, ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നവരായ ആളുകൾ ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടില്ലേ? ഇപ്പോഴും നടക്കുന്നില്ലേ? പിഞ്ചോമന മക്കളോട് ഒരു ദയവും കാരുണ്യവുമില്ലാതെ ഓരോ ദിവസവും പാവപ്പെട്ട ഫലസ്തീനിലെ കുഞ്ഞുമക്കളെ കൊന്നെടുക്കുന്ന ക്രൂരന്മാരാകുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജൂതരാഷ്ട്രവും അവിടെയുള്ള ഭരണാധികാരികളും, ഇവർക്കൊന്നും നീതി വേണ്ടേ? ഇവർ ചെയ്യുന്ന ഈ തമ്മാടിത്തരങ്ങൾക്ക് യാതൊരു ശിക്ഷയുമില്ലാതെ സ്വൈരവിഹാരം നടന്ന് അവർ ജീവിച്ചവസാനിച്ചാൽ അതോടെ എല്ലാം അവസാനിക്കുകയാണോ വേണ്ടത്? വേദന അനുഭവിച്ചുകൊണ്ട് മൺമറഞ്ഞു പോകുന്ന ഓരോ മനുഷ്യനും, അനീതിയുടെ കയ്പ് നീർ രുചിച്ചു പോകുന്ന ഓരോ മനുഷ്യനും നീതിയുടെ വെളിച്ചം അവർക്ക് കിട്ടേണ്ടതില്ലേ? ഈ ഭൂമി ലോകത്ത് അത് കൊടുക്കാൻ സാധിക്കുമോ? സാധിക്കുമെങ്കിൽ ഒരു മനുഷ്യനെ നമുക്ക് മേറിയാൽ അവനെ വധിക്കാനേ സാധിക്കുകയുള്ളൂ. 30 ലക്ഷം ആളെ വധിക്കാൻ ഒരു തവണയെ നമുക്ക് വധിക്കാൻ സാധിക്കുകയുള്ളൂ. അത് നീതിയാകുമോ? എന്നാൽ ഈ നീതിയുടെ ഉറവിടം, ഒരു അനീതിയും നടക്കാത്ത കോടതി, അത് അള്ളാഹുവിന്റെ കോടതിയാണ്. ആ കോടതിയിൽ വെച്ച് എല്ലാ അനീതികളെയും കൃത്യമായി അള്ളാഹു കൈകാര്യം ചെയ്യും. അതിൽ യാതൊരു സംശയവും നമുക്ക് വേണ്ട. ഉരുൾപൊട്ടലുകൾ ഉണ്ടായാലും, ഭൂമി കുലുക്കങ്ങൾ ഉണ്ടായാലും, പ്രളയങ്ങൾ ഉണ്ടായാലും, അതിൽ നമ്മൾ പരോക്ഷമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കത് പ്രത്യക്ഷമായി ചിന്തിക്കുമ്പോൾ നമുക്ക് ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെയാണ്. പാവപ്പെട്ട വയനാട്ടിലെ മക്കൾ, അവരുടെ കുടുംബവും അവരുടെ സമ്പത്തും സമ്പാദ്യങ്ങളും എല്ലാം ഒലിച്ചുപോയി. വലിയ ദുരന്തം തന്നെയാണ്. പക്ഷേ അതിലൂടെ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന വലിയ അനുഗ്രഹങ്ങളുണ്ട്. ഈ സമയത്തും ആ ഒരു നന്മകളാണ്, ആ ഒരു ലോകമാണ്, അള്ളാഹുവിൻ്റെ ഉള്ള വിശ്വാസമാണ് അവർക്ക് ഇങ്ങനെയുള്ള പ്രതിസന്ധിയിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ കരുത്താകുന്നത്. അല്ലാതെ അള്ളാഹു അല്ലാതെ, ഒരു ദൈവമില്ലാതെ, ദൈവവിശ്വാസമില്ലാതെ പിന്നെ ആർക്കാണ് ഈ ദുരന്തങ്ങളെ തടുത്തു നിർത്താൻ സാധിക്കുക? ഇപ്പൊ ഇവര് പറയുന്നത് പോലെ ദൈവമില്ല, ദൈവം എവിടെയാണ്, ഒളിച്ചിരിക്കുകയാണോ എന്ന് പറയുന്നവർ, പിന്നെ ആര് ബദൽ ഒരു പരിഹാരം അവർ പറയേണ്ടതാണ്. അവരുദ്ദേശിക്കുന്ന, അവരുടെ നിർദ്ദേശിക്കുന്ന പരിഹാര മാർഗങ്ങൾക്ക് ഇങ്ങനെയുള്ള വിപത്തുകളെ തടയാൻ സാധിച്ചിട്ടുണ്ടോ? മനുഷ്യന്റെ ദുർബലത, മനുഷ്യനൊന്നുമല്ല എന്ന വലിയ പാഠങ്ങളാണ് ഓരോ ദുരന്തങ്ങളും നമ്മിലേക്ക് അള്ളാഹു എത്തിച്ചു തരുന്നത്. അതുകൊണ്ട് നാം തിരിച്ചറിയുക, നമ്മെ തിരിച്ചറിയുക, നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിനെ തിരിച്ചറിയുക, അവനിലേക്ക് എല്ലാം സമർപ്പിച്ച് സന്തോഷത്തിലും ദുഃഖങ്ങളിലും അവന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ജീവിക്കുക. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ വയനാട്ടിലുള്ള നമ്മളെ സഹോദരങ്ങൾക്ക് വേണ്ടി പിരിവ് നടത്തി. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 87,000 രൂപ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലേക്കൊക്കെ സംഭാവന ചെയ്തവരുടെ എല്ലാവരുടെയും സംഭാവനകളെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവിധ വിപത്തുകളിൽ നിന്നും ആഫത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.